നിമിഷപ്രിയ ജയിൽ മോചിതയാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതായത് ദയാധനം സ്വീകരിക്കാതെ തന്നെ തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകും എന്നുള്ള ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തലാലിൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല, ഞങ്ങളുടെ സഹോദരനെ ഇല്ലാതാക്കിയ ഒരു സ്ത്രീ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റും ഇട്ട്. അതിങ്ങനെയായിരുന്നു, മലയാളത്തിൽ കൂടിയായിരുന്നു ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നത്. ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായും സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും അതുപോലെയാണ്. ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിമിഷയുടെ ശിക്ഷ നടപ്പാക്കാനാണ് എന്നാണ് തലാലിൻ്റെ സഹോദരൻ മഹ്ദി പറയുന്നത്. അതായത് എന്തൊക്കെ വന്നാലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കില്ല, നിമിഷപ്രിയ ചെയ്ത കുറ്റം അത്ര ചെറുതല്ല, സഹോദരനെ പ്രതിരോധത്തിനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് തലാലിൻ്റെ കുടുംബം ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒരാളും ഇവിടെ ചർച്ചയ്ക്ക് വരണ്ട, ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില ശുഭകരമായ വാർത്തകളാണ് വരുന്നത് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് തലാലിൻ്റെ കുടുംബം ഒരു തരത്തിലും തങ്ങളെ ആരും വിളിച്ചിട്ടില്ല, ആരുമായി സംസാരിച്ചിട്ടില്ല, വാർത്തകളൊക്കെ പച്ചക്കള്ളമാണെന്ന് പറയുമ്പോൾ കാന്തപുരം ആരോടാണ് സംസാരിച്ചത്? കാന്തപുരം സംസാരിച്ചത് സൂഫി പണ്ഡിതന്മാരുമായി, മതപണ്ഡിതന്മാരുമായി സംസാരിച്ചു, ചർച്ചകൾ നടത്തിയെന്ന് പറയുന്നു. അതിലെ യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചു. 6 അംഗ നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് കൗൺസിലിൻ്റെ ആവശ്യം. സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരാവുന്ന സീനിയർ അഭിഭാഷകൻ രാഗേന്ദ് ബസന്ത്, അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ KR എന്നിവർ സുപ്രീം കോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കാനാണ് എന്നാണ് സൂചന. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദു ഫത്താഹ് മഹ്ദി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാന്തപുരം AV അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതുമില്ല. കാന്തപുരം ഇടപെടൽ തുടരുന്നുണ്ട്. കാന്തപുരത്തിൻ്റെ പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തിയുള്ള നയതന്ത്ര സംഘത്തിനു വേണ്ടിയാണ് സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ കൗൺസിൽ മുൻപോട്ട് വരുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നതിനാണ് നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കാൻ സംഘം ആവശ്യപ്പെടുന്നത്. സംഘത്തിലെ 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം AV അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരുമായിരിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യം. തലാലിൻ്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ദയാധനം ചർച്ചകൾ നടത്തുന്നതിനുമാണ് സംഘത്തെ രൂപീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചകളുടെ പുരോഗതി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് ധരിപ്പിക്കും. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിടരമണിയാണ് സുപ്രീം കോടതിയെ ചർച്ചകളുടെ പുരോഗതി അറിയിക്കുക. കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായി സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫാറിൻ്റെ മകൻ ചർച്ച നടത്തുന്നുണ്ട്. സൂഫി പണ്ഡിതൻ തന്നെയാണ് മകനെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനായി നിയോഗിച്ചത്. ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി കഴിഞ്ഞ ദിവസം ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയല്ല, മാപ്പ് നൽകണമെന്ന ആവശ്യവുമായി തന്നെയാണ് കുടുംബത്തെ സമീപിച്ചിരിക്കുന്നത്. ദിയാധനം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ സംസാരിക്കാമെന്നതാണ് ധാരണ. അവർ ആവശ്യപ്പെടുന്ന പണം കണ്ടെത്തി നൽകുമെന്ന് ആക്ഷൻ കൗൺസിലും ചാണ്ടി ഉമ്മൻ MLAയും പറഞ്ഞിട്ടുണ്ട്. മകൻ സംസാരിച്ചിട്ടും അനുനയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ സൂഫി പണ്ഡിതൻ നേരിട്ട് ചർച്ചയ്ക്ക് പോവുകയുള്ളൂ. അതേസമയം മോചനം മുടക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുവെന്നാണ് യമനിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. ദിയാധനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലർ കുടുംബത്തെ സമീപിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള അത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് മധ്യസ്ഥ വഹിക്കുന്നവർ പറയുന്നത്. നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പൂർണ്ണമായും മോചനമായിട്ടില്ലെന്നും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് മറ്റൊരു ദിവസം നിശ്ചയിക്കാതെ വധശിക്ഷ മാറ്റിവെച്ചതെന്നും കാന്തപുരം അറിയിച്ചിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കുന്നതിന് കൃത്യമായ ഒരു ദിവസം പറയാത്തത് ശുഭസൂചനയാണെന്നാണ് കാന്തപുരം വ്യക്തമാക്കുന്നത്. പക്ഷേ
തലാലിൻ്റെ കുടുംബം ഇത് എത്രത്തോളം അംഗീകരിക്കും എന്നൊക്കെയുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസം വരെ ചർച്ചയ്ക്ക് തയ്യാറായില്ല. ദിയാധനത്തെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തരത്തിലുള്ള ആ, ചർച്ചകളുമായി ഇപ്പോൾ സൂഫി പണ്ഡിതൻ്റെ മകനാണ് പോയിരിക്കുന്നത്. പക്ഷേ സൂഫി പണ്ഡിതൻ തന്നെ നേരിട്ടെത്തുമ്പോൾ അത് ഒരുപക്ഷെ ചർച്ചകൾക്ക് വേറൊരു മാനം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നിമിഷപ്രിയ 2017 ജയിലിലാകുന്നത്. 2018 വധശിക്ഷ വിധിക്കുന്നു. നിമിഷപ്രിയ ഇപ്പോൾ തലാലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ചെയ്തത് അവർക്കൊരിക്കലും താങ്ങാൻ കഴിയാത്തത്രത്തിൽ വലിയൊരു ദുരന്തം തന്നെയാണ് അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മകനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നു എന്നതിനപ്പുറം 110 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും പിന്നീട് അത് DNA ടെസ്റ്റ് നടത്തിയാണ് അത് തലാലെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അത്രത്തോളം ക്രൂരമായ രീതിയിലാണ് ആ മൃതദേഹത്തോട്, ഒരു കരുണയുമില്ലാത്ത രീതിയിലാണ് ആ മൃതദേഹത്തോട് നിമിഷപ്രിയയുടെ കൂട്ടുകാരി ഹനാനും ചില കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് നിമിഷപ്രിയ ഈ നേരത്തെ തന്നെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് ഇദ്ദേഹം നൽകുന്നില്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് പോലീസിനെയൊക്കെ സമീപിച്ചിരുന്നു. പിന്നീട് എംബസിയിൽ പോയി തൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, മറ്റൊരു പാസ്പോർട്ട് തനിക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എംബസിയിൽ പറഞ്ഞു. അപ്പോൾ പത്രപരസ്യം നൽകണമെന്ന് പറഞ്ഞു. അത് പിന്നീട് ബുദ്ധിമുട്ടായതിനു ശേഷം ഈ ജയിലിൽ വന്ന ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ തലാലിനെ വകവരുത്തുക. പിന്നെ ആദ്യം മയക്കുമരുന്ന് കുത്തിവെക്കുക, അതിനുശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നീട് ശാരീരിക മർദ്ദനം ഏൽപ്പിച്ച് പാസ്പോർട്ട് തിരികെ വാങ്ങാം. മാത്രമല്ല ഈ വിവാഹം കഴിച്ചതിൻ്റെ പേപ്പറിൽ, വിവാഹം മോചന പേപ്പറിൽ ഒപ്പിട്ട് കൂടി വാങ്ങാം എന്നുള്ള തരത്തിലൊക്കെ ഗൂഢാലോചനകൾ നടത്തിയത്. പക്ഷെ പിന്നീട് ഈ തലാലിനെ ഓവർഡോസ് നൽകി കുത്തിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഹനാൻ കൂടി വന്നിട്ടാണ് ഈ ഡെഡ് ബോഡി വെട്ടി നുറുക്കിയതെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയതായി കൃത്യമായി മനോരമയുടെ ഒരു അഭിമുഖത്തിൽ നിമിഷപ്രിയവുമായി മനോരമയുടെ ഒരു ആൾ നടത്തിയ യമനിലെ ജയിലിൽ നിന്ന് സംസാരിച്ച ചില വിവരങ്ങൾ മനോരമയിൽ ഈ അടുത്ത കാലത്ത്, ഇപ്പോൾ 2-3 ദിവസത്തിന് മുൻപേ അവർ തന്നെ അത് പുറത്തുവിട്ടിരുന്നതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ട്, താൻ ഇത്തരത്തിൽ ഗൂഢാലോചനകൾ, അതായത് ഗൂഢാലോചന എന്ന് പറയുന്ന ആ വേർഡ് അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും താൻ തലാലിനെ എങ്ങനെയൊക്കെ ചെയ്തു എന്നവർ കൃത്യമായി സമ്മതിക്കുന്നു. അപ്പോൾ അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല, അവർ ഇത് ചെയ്തിട്ടില്ല, അവരെ ആരോ പെടുത്തിയതാണ് എന്നൊക്കെ പറയുന്ന ചില വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അവർ കൃത്യമായി ഇത് ചെയ്തിട്ടുണ്ട്. അത് പ്രതിരോധത്തിൻ്റെ ഭാഗമായിരിക്കാം, രക്ഷപ്പെടാനുള്ള ഭാഗമായിരിക്കാം, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ മറുഭാഗത്ത് അവർക്കൊരു തലാലിനൊരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ജീവൻ രക്ഷിക്കാനായി മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മൃതദേഹത്തെ ഇത്ര ക്രൂരമായി എന്താ പറയുക വെട്ടി നുറുക്കിയതാണ് തലാലിൻ്റെ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നതെന്നാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു ശുഭവാർത്ത തന്നെയാണ്. തലാലിൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്നുള്ളത്, മാപ്പ് നൽകാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത്.